കുറെ നാളായി കാണാതിരുന്ന സദാചാര പോലീസ് വീണ്ടും രംഗത്ത്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു കേരളത്തിൽ. ഇപ്പം അതെല്ലാ സംസ്ഥാനങ്ങളും അത് ഏറ്റെടുക്കുന്നുണ്ട്. ആ പ്രോജക്റ്റ് വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് നല്ലൊരു പേരും മേൽവിലാസവും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഓപ്പറേഷൻ തൂഫാൻ. ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ തന്നെ പോലീസ് പ്രവർത്തിച്ച് ഈ ലഹരിക്കടത്ത്, ലഹരി നിർമ്മാർജ്ജനം, അതായത് ഡ്രഗ് മാഫിയയിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ, അത് കൂടുതൽ യുവാക്കളാണ്, കുഞ്ഞുങ്ങളും, അവരെ മോചിപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗമാണ്. പല സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഈ ലഹരി സാധനങ്ങളെന്ന് പറയുന്നത് സുലഭമാണ്. ഒരു കാലത്ത് ടുബാക്കോ, പുകയില ഉൽപ്പന്നങ്ങളായിരുന്നുവെങ്കിൽ, അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങ് മാറിയിട്ട് MDMA വരെ കോളേജുകളിലും സ്കൂളുകളിലും വിതരണം നടക്കുന്നുണ്ട്. കഞ്ചാവ് എന്ന് പറയുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ല. കഞ്ചാവ് വളരെ സുലഭമാണ്, എവിടെയും കിട്ടും. ആ രീതിയിലാണ്. ട്രെയിനിലൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് നേരെ ഒറീസയിൽ നിന്ന് കൊണ്ടുവരും. ഒഡീഷ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ വില കൂടിയ നീലച്ചടയൻ എന്നൊക്കെ പറയുന്ന കഞ്ചാവ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അതിൻ്റെ കൃഷിയൊക്കെ ഇവിടെ വളരെ സുസ്ഥിരമായ രീതിയിൽ വനം വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തടഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇപ്പം ആ കൃഷി ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഇവിടുന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് നേരെ ഒഡീഷയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഈ കൃഷി ചെയ്യിപ്പിക്കുക. അവിടെ നിന്നുള്ള നീലച്ചടയനാണ്, അതായത് ഇടുക്കി ഗോൾഡ് എന്നുള്ള പേരിലൊക്കെ ഇപ്പം അവിടെ നിന്ന് വരുന്നത്. ഈ ഇവിടുത്തെ ക്വാളിറ്റി അതിന് കിട്ടത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ആ കഞ്ചാവ് വലിച്ച് സൂക്ഷിക്കേണ്ടവന്മാർക്ക് ഏതാണ്ട് അതിൻ്റെ അനുഭൂതിയൊക്കെ കിട്ടുന്ന കഞ്ചാവാണ് ഇത്. ഇപ്പം ട്രെയിനിൽ കൊണ്ടുവന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറക്കുമ്പോൾ പിടിക്കും. അതിനുവേണ്ടി നല്ല കോമ്പിങ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന പണിയും തന്നിരിക്കും. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഈ ചില ഭാഗങ്ങളിലെ കാടുകളുണ്ട്, അവിടെ ഈ ഏജന്റുമാരെ കാത്തു നിർത്തിയിട്ടുണ്ട് യവന്മാർ പറഞ്ഞ്. ആ ട്രെയിൻ അവിടെ വരുമ്പോൾ അതിൽ നിന്ന് എടുത്ത് ഈ കാട്ടിലോട്ട് എറിഞ്ഞു കൊടുക്കും. യുവമാരത് കളക്ട് ചെയ്തുകൊണ്ട് വരും. ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒതുക്കണം, പിടിക്കണം, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതിന് ജനങ്ങൾ സഹകരിക്കുകയും വേണം. ജനങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞത് ഇത് കൊണ്ടുവരുന്നവന്മാരെ പിടികൂടി അടിക്കുക എന്നുള്ളതല്ല. യവന്മാരെ പിടിച്ചു വെച്ചാൽ പോലും നേരെ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യണം. അവരെ ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പാടില്ല. അല്ലെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കിയാൽ, അവരെ വിവരം അറിഞ്ഞ് മനസ്സിലാക്കിയാൽ പോലീസിന് വിവരം കൊടുക്കണം. അത് ചെയ്താൽ മതി. അതിനപ്പുറത്തോട്ടുള്ള പണി അവർ പോലീസിൻ്റെതാണ്, ജനങ്ങളുടേതല്ല. ഇപ്പോൾ 2 ദിവസം മുമ്പുണ്ടായത് വളരെ നമുക്ക് സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. 3 ചെറുപ്പക്കാർ നിൽക്കുന്നത് കണ്ട്. അവർ തൊഴിലാളി, അവിടുത്തെ ഒരു പെരുമ്പാവൂർ സോഡ ഫാക്ടറിയിലെ ജോലിക്കാരാണ്. ഇവരെ ആ 3 പേരെ വളരെ കുട്ടികളാണ്, കൗമാരപ്രായം അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. ചെറുപ്പം, ഒരു 22-23 വയസ്സൊക്കെ കാണും. ഇവന്മാരെ എന്തെന്ന് ചെയ്ത് 18, 19, 20 വയസ്സേ ഉള്ളൂ ഈ 3 എണ്ണത്തിന്. അവരെ പിടിച്ച് കുറേ അവന്മാർ സദാചാര പോലീസ് അങ്ങ് കൂടി, ജനങ്ങളാണ് കൂടിയിട്ട് അവന്മാരങ്ങ് വലിയ ആളുകളായിട്ട് നേരെ അവന്മാരെ അങ്ങോട്ട് കൂടി റെഡിയായി യവന്മാരെ അങ്ങ് പിടികൂടി ചോദ്യം ചെയ്തു. യവന്മാരെ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. കാരണം ഇവരുടെ കയ്യിൽ കഞ്ചാവും മയക്കുമരുന്നും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. അവരുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല അവരുടെ കയ്യിൽ. ഇവരെ ഉപദ്രവിച്ചത് കൂടാതെ പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് റോഡിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇവരുടെ മുടി മുഴുവൻ അവർ തലമുട്ടയടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡ്രിമ്മർ എങ്ങാണ്ട് വെച്ചാണെന്ന് തോന്നുന്നു അടിച്ചേക്കുന്നത്. കാരണം ചെറിയ കുറ്റി പോലെ ഉള്ളൂ മുടി. അവർ ആ കുട്ടികൾ നിൽക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് വളരെ സങ്കടം തോന്നി. കാരണം ഇവന്മാർക്ക് ഇതിനുള്ള അധികാരം ആര് കൊടുത്തു? അവർ ഇവിടെ ജീവിക്കാൻ ഉള്ളവരാണ്, അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ പലരും അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ പെരുമ്പാവൂരിൽ ധാരാളമായിട്ട് ഈ മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള, കൂടുതലും കഞ്ചാവാണ്, അതിൻ്റെ വിപണനമുണ്ട്, അത് വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉപഭോക്താക്കളുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിച്ചിട്ട് അവരെ
പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യണം, അല്ല പോലീസിനെ കാണിച്ചു കൊടുക്കണം. അതല്ലാതെ അതിനപ്പുറത്തോട്ട് കയറി ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾ ഏറ്റെടുക്കരുത്, അത് നല്ലതല്ല. വലിയൊരു പ്രോജക്റ്റാണ്, അതിനെ മാനം കെടുത്തരുത്. അതിൻ്റെ ആ സാങ്ക്ടിറ്റിയെ, അതിൻ്റെ വിശുദ്ധതയെ നശിപ്പിക്കാനുള്ള പരിപാടികളാണ് ഇതുപോലൊക്കെയുള്ള പണികളെന്ന് പറയുന്നത്. ഈ പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് അവന്മാരെ മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 മാസമെങ്കിലും വേണ്ടേ ആ മുടിയൊക്കെ റെഡിയായി വരാൻ. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. യവന്മാർക്ക് വെളി ഇറങ്ങി നടക്കുമ്പോൾ യവന്മാരെ പിടിച്ച് മുട്ടയടിച്ച് മയക്കുമരുന്ന് പിടിച്ചതിൻ്റെ ആണെന്ന് ആളുകൾ പറയത്തില്ലേ? ഈ ചെയ്യുന്നവന്മാർക്ക് ഇത് വല്ലതും അറിയാമോ? യഥാർത്ഥത്തിൽ ഈ യവന്മാരെയൊക്കെ പിടിച്ച് ഈ 6 എണ്ണത്തിന് നിന്ന് കോടതി ജാമ്യം കൊടുത്തെന്ന് പറയുന്നത് കേട്ടു. തട്ടിക്കൊണ്ട് പോയത് തന്നെ ആദ്യം വിവരമില്ല, എന്നത് പോലീസുകാരെ എഴുതി വെക്കാഞ്ഞതാണ്. ഇവരെ പിടിച്ചോണ്ട് പോയതാണ്, അതിന് തട്ടിക്കൊണ്ട് പോകുന്നെന്ന് തന്നെ പറയുന്നത്. കിഡ്നാപ്പിംഗ് അല്ല, അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അബ്ഡക്ഷൻ, ഇവരെ അബ്ഡക്റ്റ് ചെയ്തതാണ്. അബ്ഡക്റ്റ് ചെയ്ത് ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അത് വലിയ ക്രിമിനൽ ഒഫൻസാണ്, ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. അത് പോലീസ് പിന്നെ എഴുതി, രണ്ടാമത് പറഞ്ഞതിനകത്ത് എഴുതി ചേർത്താണെന്ന്. അതിന് ആ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തേക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ തോന്നുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും ആ മജിസ്ട്രേറ്റ് ചെയ്ത നല്ല കാര്യം. മജിസ്ട്രേറ്റ് ഒന്ന് ആലോചിക്കണമായിരുന്നു. ഇതുപോലെ ഒരുത്തൻ്റെ മുടി, ഒരു 3 എണ്ണത്തിൻ്റെ ഈ കൊച്ചുങ്ങളുടെ മുടി പിടിച്ച് ഇതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് മാനസിക വ്യത ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്ത് മാനസിക സംഘർഷം അവരനുഭവിക്കണം. ഒരുപാട് ആക്ഷേപം സഹിക്കണ്ടേ? ഇതെന്നിട്ടാണ് ഈ രീതിയിൽ ഉപദ്രവിച്ചേക്കുന്നത്. അതിന് ശരിയായ നടപടിയാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലെ ജാമ്യം കൊടുത്തത്, യഥാർത്ഥത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ കിട്ടാൻ അർഹതയില്ലാത്തവരാണ്. അബ്ഡക്റ്റ് ചെയ്തേക്കുന്നു എന്ന് അത് പോലീസ് രണ്ടാമത് എഴുതി ചേർത്താണെന്ന്. പോലീസ് ആ മൊഴിയിൽ എഴുതി വെക്കാത്തതിന് എന്താണ് അവർ തട്ടിക്കൊണ്ടുപോയെന്ന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പം യഥാർത്ഥത്തിൽ അവരെ കൊണ്ടുപോയതാണ്, അബ്ഡക്ഷനാണ് അതിനകത്തുള്ളത്. ഒരു ക്രിമിനൽ കുറ്റം നടത്താൻ വേണ്ടി ഇവരെ അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കാണ്. ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചു. അതുകൂടാതെ അവരെ മാനം കെടുത്തി, നാട്ടുകാരുടെ മുമ്പിൽ പരസ്യമായിട്ട് നിർത്തി അപമാനിക്കുകയാണ്. ഇതിനൊക്കെ ഇവന്മാർക്ക് ആരധികാരം കൊടുത്തു? ഇവനൊക്കെയാണോ സദാചാരം ഉണ്ടാക്കാൻ നടക്കുന്നവന്മാർ? ഒരു കാലത്ത് പിന്നെ സ്ത്രീയും പുരുഷനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് കയറും സദാചാരം കൊണ്ട്. കാരണം യുവന്മാരുടെ ആവശ്യം എന്തുവാ? അവന്മാർക്ക് കിട്ടാത്തത് ഇവനെന്തിനാ കിട്ടുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസൂയ ഉണ്ടാ, അല്ലാതെ ഈ നാട് നന്നാക്കാനൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇതങ്ങ് കയ്യിലെടുത്തു കിട്ടിയപ്പോൾ നോക്കിയപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ. ആരെയും ഉപദ്രവിക്കാൻ നോക്കിയപ്പം പാവങ്ങളാണ്, ചോദിക്കാനും പറയാനും ആരുമില്ല അവർക്ക്. അപ്പം നോക്കിയപ്പോൾ യുവന്മാരെ അങ്ങോട്ട് പിടികൂടി അങ്ങ് കൊണ്ടുപോയി പരസ്യമായിട്ട് റോഡിൽ കൊണ്ട് നിർത്തി നേരെ ആദ്യം അവരെ ഉപദ്രവിച്ചത് കൂടാതെ അവരെ മുടി വെട്ടുക. ഇവനെയൊക്കെ ബാർബർ പണി കൊടുക്കണം. ജയിലിലൊക്കെ ബാർബർമാരുടെ ജോലിക്ക് ഒഴിവാണ്. യവന്മാർക്ക് ഈ ജോലി കൊടുക്കണം വിളിച്ച്. ഇതാണ് ചെയ്യേണ്ടത്, അല്ലാതെ യവന്മാർക്ക് ജാമ്യം കൊടുക്കുകയല്ല വേണ്ടത്. ഏതായാലും ജാമ്യം കൊടുത്തതിനകത്ത് സർക്കാർ നിർബന്ധമായിട്ടും അത് അപ്പീൽ കൊടുക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത് ശരിയായല്ല, അതല്ല. ഇതുപോലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞ് ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് ജാമ്യം കൊടുത്ത് വിടരുത്. കാരണം ഇവനൊക്കെ ഇത് വലിയ ഒരു കാര്യം നടത്തുന്ന മാതിരി അവന് തോന്നും വീണ്ടും. ഏതായാലും 2 ദിവസമെങ്കിലും കിടന്നല്ലോ, വലിയ കാര്യം നടക്കട്ടെ.